നമ്മൾ COP7Eയിലും COP12Bയിലും COP13Dയിലും കെയർ ഓഫ് പേഷ്യൻസ് ആണ് പറയുന്നത്. COP കംപ്ലീറ്റ് ചേർത്ത് വായിച്ചു കളയരുത്. COP കെയർ ഓഫ് പേഷ്യൻസ് 14Cയിലും ആയിട്ട് വിശദമായി കണ്ട ഒരു കാര്യമാണ് ഈ കൺസേൺ ലെറ്റർ നേഴ്സ് പോയി ഇങ്ങനെ ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങണം അല്ലേ. റിസപ്ഷനിൽ വെച്ച് തന്നെ സർജറിക്ക് വന്നവരുടെ ഒപ്പിട്ട് വാങ്ങണം, ചെയ്യാൻ പാടില്ല. ആരാണോ ഈ പ്രൊസീജിയർ ചെയ്യുന്ന പെർഫോമിംഗ് പേഴ്സൺ, അദ്ദേഹം ആ സർജൻ തന്നെയാണ്, അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്യുന്ന ഡോക്ടർ തന്നെയാണ് ഇവർക്ക് വിശദമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്യേണ്ടത്. ഞാനെല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട്, കൊച്ചെ നീ പോയി ഒപ്പിട്ട് വാങ്ങിക്കുമെന്ന് നേഴ്സിനോട് പറഞ്ഞു വിടാൻ പാടില്ല, നമ്മുടെ PROയോട് പറഞ്ഞു വിടാൻ പാടില്ല. ഇനി ആ ഡോക്ടർ അത്ര വലിയ തിരക്കാണ്, പേഷ്യനോട് സംസാരിക്കാനൊന്നും പറ്റത്തില്ലെങ്കിൽ ആ സർജറി അല്ലെ പ്രൊസീജിയർ ചെയ്യുന്ന ടീം മെമ്പറായ ഒരു ഡോക്ടർക്ക് ഈ കാര്യം ചെയ്യാം. പക്ഷെ അതൊരു ഡോക്ടർ തന്നെ ആയിരിക്കണം, റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കണം. കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് PRE4E. ഈ ഒരു ഇൻഫോംഡ് കൺസേണിനെ കുറിച്ച് നമ്മൾ 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ വ്യക്തമായി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിയുകയാണ്. ഈ 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ നമ്മൾ കണ്ടു, കോറും കമ്മിറ്റ്മെൻറ്റും അല്ലാതെ വേറെ ഒന്നുമില്ല. ഇൻഫോംഡ് കൺസേൺ ഒബ്റ്റൈൻഡ് ഫ്രം ദ പേഷ്യൻറ്റ് ഓർ ഫാമിലി എബൌട്ട് ദെയർ കെയർ എന്ന ഈ ഒരു സ്റ്റാൻഡേർഡ്, 4ാമത്തെ സ്റ്റാൻഡേർഡിൽ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ഇൻഫോംഡ് കൺസെൻറ്റ് ടേക്കൺ ബൈ ദ പേഴ്സൺ പെർഫോമിംഗ് ദ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ ചെയ്യുന്ന ഡോക്ടർ ആരാണോ അദ്ദേഹം തന്നെ വിശദീകരിച്ച് കൊടുക്കുകയും ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്യണം. പേഷ്യൻ്റ് അദ്ദേഹം വളരെ ബിസിയാണ്, ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീം മെമ്പറായ ഒരു ഡോക്ടർ തന്നെ ഈ കാര്യം ചെയ്യണം. PRE4E കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ഇൻഫോംഡ് കൺസെൻറ്റ് ഈസ് ടേക്കൺ ബൈ ദ പേഴ്സൺ പെർഫോമിംഗ് ദ പ്രൊസീജിയർ.